തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ സംഘർഷം. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തിരിച്ചടിച്ച് ഡിവൈഎഫ്ഐ. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് വകയെന്ന് മുഖ്യമന്ത്രി. ജനങ്ങൾക്കാണ് അലർജിയെന്ന് പ്രതിപക്ഷ നേതാവ്. മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, അവകാശമെന്ന് ഹൈക്കോടതി. കോടതിക്ക് ജനങ്ങളെ കൂടെ നിന്നേ പറ്റുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ആരുടെയും കാരുണ്യം ആവശ്യമില്ലെന്ന് മറിയക്കുട്ടി. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 265 പേർക്ക്. ഒരു മരണം കൂടി. നിലവിലെ വാക്സിനുകൾ പുതിയ വകഭേദത്തിനെതിരെ ഫലപ്രദമെന്ന് ലോകാരോഗ്യ സംഘടന. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ റുവൈസിന് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വിദ്യാർത്ഥി എന്ന പരിഗണനയിൽ. യുവതിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന് മുൻകൂർ ജാമ്യമില്ല. 10 ദിവസത്തിനകം പോലീസ് മുൻപാകെ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. എംപിമാരുടെ കൂട്ട പുറത്താക്കലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. ജന്തർ മന്ദിറിൽ മോക്ക് പാർലമെന്റ് സംഘടിപ്പിച്ച ഇന്ത്യ മുന്നണി. മോദിയും അമിത്ഷായും ജനാധിപത്യത്തെ കൊല്ലുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ.